തന്ത്രശാസ്ത്രത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂളും കൂടിയാണ് ദീക്ഷ എന്ന് പറയുന്നത്. ദീക്ഷയില്ലാത്ത ഒരാൾക്ക് തന്ത്രശാസ്ത്രത്തിൻ്റെ ഉള്ളറകളിലേക്ക് കടക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ശക്തിപാത അനുസാരേണ ശിഷ്യോവും അനുഗ്രഹമർഹതി എന്ന് പറയും. ശക്തിപാതം പതിക്കുന്നത് കൊണ്ടാണ് ശിഷ്യൻ അനുഗ്രഹമുണ്ടാവുന്നത്. ഗുരുവിൻ്റെ തപോചൈതന്യത്തിൻ്റെ ഒരംശത്തെ ശിഷ്യനിലേക്ക് വന്ന് പതിക്കും. അതിന് ശക്തിപാതം എന്നാണ് തന്ത്രശാസ്ത്രം വിളിക്കുന്നത്. ശക്തിപാതത്തിൻ്റെ ആ ഒരു ഇനിഷ്യേഷൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് ആണ് ശിഷ്യൻ അനുഗ്രഹത്തിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അല്ലെങ്കിൽ ആ ഒരു ചെറിയ സ്പാർക്കാണ് പിന്നെ വലുതായിട്ട് പോകുന്നത്. പലതരത്തിലുള്ള ദീക്ഷാക്രമങ്ങളിലൂടെ ക്രിയാവർണ്ണകല, അതുപോലെ തന്നെ സ്പർശദീക്ഷ, സ്പർശം കൊണ്ടുള്ള ദീക്ഷ, അതുപോലെ തന്നെ ചക്ഷുദീക്ഷ, കണ്ണുകൊണ്ടുള്ള ദീക്ഷ, മനസ്സുകൊണ്ടുള്ള ദീക്ഷ, വാക്കുകൊണ്ടുള്ള ദീക്ഷ, മനസ്സുകൊണ്ടുള്ള ദീക്ഷ, അങ്ങനെ അനവധികളായിട്ടുള്ള മാർഗങ്ങളിലൂടെയുള്ള ഗുരുവിൽ നിന്ന് കിട്ടുന്ന ശക്തിപാതമാണ് ശിഷ്യൻ്റെ അനുഗ്രഹമായി മാറുന്നത് എന്ന് തന്ത്രശാസ്ത്രം പറയുന്നു. ഇതിനൊക്കെയുള്ളൊരു കേൾപ്പ് വേണമെങ്കിൽ എന്ത് വേണം? ഈ വ്യക്തി ഇതിനു മുമ്പേ ദീക്ഷ നേടിയ ആളായിരിക്കണം. ആ വിദ്യക്കനുസരിച്ച് പുരസ്ചരണം പോലുള്ള കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കണം. നമ്മൾ ഈ ദീക്ഷയെക്കുറിച്ചും പുരസ്ചരണത്തെ പറ്റിയൊക്കെ പ്രത്യേകം വീഡിയോകൾ നമുക്ക് ചെയ്യാം. അതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം അങ്ങ് വിടുന്നത്. അപ്പം പലതരത്തിലുള്ള ദീക്ഷകളെ പറ്റിയും ഓരോ സമ്പ്രദായ അടിസ്ഥാനത്തിൽ ഓരോ ദീക്ഷകളും ഏതൊക്കെ ക്രമത്തിലാണെന്നും ഒക്കെ ഉള്ളത് ഞാൻ പിന്നീട് നമുക്ക് പറയാം.